സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര പഴുപ്പ് വന്നുകൊണ്ടിരിക്കും. മൂത്രം ഒഴിക്കാൻ, അതായത് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പിന്നായിട്ട് പോകേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് എന്നൊരാൾ ഈ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അങ്ങനെയുണ്ടോ ശരിക്കും? അങ്ങനെയൊന്നുമില്ല. സർജറി അത് ഇപ്പോൾ ഈവൻ അനന്യയുടെ കേസ് ഞാൻ പറയാം. അനന്യയ്ക്ക് സർജറിയിൽ ചെറിയൊരു പിഴവുണ്ടായിരുന്നു. അനന്യയ്ക്ക് സർജറി പിഴവുണ്ടായിട്ട് ഇൻഫെക്ഷൻ ആയിരുന്നു, ബ്ലീഡിങ് ഉണ്ടായിരുന്നു. 24 hours സാനിറ്ററി നാപ്കിൻ വെച്ചിട്ടായിരുന്നു അവൾ നടന്നിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കര ഒരു കാരണം സ്ത്രീകൾക്കറിയാം, ഒരു മാസത്തിലൊരു 7 ദിവസം അല്ലെങ്കിൽ 5 ദിവസം ഈ സാനിറ്ററി നാപ്കിൻ വെച്ച് നടക്കുന്ന സ്ത്രീകൾക്കറിയാം ജീവിതകാലം മുഴുവൻ ഇത് വെച്ച് നടക്കുന്ന ഒരാളെ ഒരു എന്താ പറയുക സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാവുമല്ലോ നമുക്ക്. ഇവൻ ഞാൻ നേരിട്ട് കണ്ട വ്യക്തിയാണ് അനന്യയുടെ. അപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട് അനന്യയ്ക്ക്. അത് അവളെ ചെയ്ത സർജറിയിലുള്ള പിഴവ് കൊണ്ടാണ്. അല്ലാണ്ട് എല്ലാ ട്രാൻസിനും മൂത്രയ്ക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പിന്നെ കൊണ്ടുപോകണം, അത് കുത്തിയിട്ട് പഴുപ്പെടുക്കണം, അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാവും. അതിപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും നമ്മൾ പ്രൈവറ്റ് പാർട്ടുകളാണ്, അത് വളരെ വൃത്തിയായിട്ട് കൊണ്ടു നടക്കണം. വളരെ വൃത്തിയായിട്ട് കൊണ്ടു നടന്നില്ലെങ്കിൽ ഇൻഫെക്ഷൻ വരും, യൂറിൻ ഇൻഫെക്ഷൻ ആവും, പഴുപ്പ് വരും. അതൊക്കെ ഓൾറെഡി സ്ത്രീകൾക്കുള്ള പോലെ തന്നെയാണ്. അല്ലാണ്ട് ട്രാൻസ് എല്ലാവരും പിന്നേറ്റ് നടക്കണം, അത് ആ ലെവലൊന്നും ശരിയല്ല. അങ്ങനെ